ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും ജനാംഗീകാരമുള്ള ശൈലജ ടീച്ചറെ തന്നെ കൊണ്ടുവന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്നു. ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്നു എന്ന് വരെ സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. ശൈലജ ടീച്ചർ അവിടെ വടകരയിൽ നിന്ന് തോറ്റതിന്റെ വികസനവും ക്ഷീണവും ഒക്കെ മാറുകയും ചെയ്യും. ശ്രീ രാജേന്ദ്രൻ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാറ്റാൻ ശ്രമിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പകരം അടുത്ത മുഖ്യമന്ത്രി ആര്? കാരണം രാധാകൃഷ്ണൻ നിയുക്ത MP ആയിട്ട് മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. ശൈലജ ടീച്ചറിനെയും തോമസ് ഐസക്കിനെയും പാർട്ടിയിൽ ഒരു മൂലയ്ക്ക് ഇരുത്തിക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രി ആരാണ് ഇനി? അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹത്തോളം സീനിയർ ആയിട്ട് ആരും ഇപ്പൊ മന്ത്രിസഭയിലില്ല. അപ്പോ ഇത്രയും സീനിയർ ആയിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധാരണഗതി പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് പകരം മറ്റൊരു പോളിറ്റ് ബ്യൂറോ മെമ്പർ, അങ്ങനെ ഒരു ഫോർമുല ഇപ്പൊ നടപ്പില്ലാത്തത് കൊണ്ട് ആ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹമ്മദ് റിയാസ് ആണ് അദ്ദേഹത്തിന്റെ പിൻഗാമി എന്നാണ് പറയപ്പെടുന്നത്. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ മുഹമ്മദ് റിയാസിനെ ഗ്രൂം ചെയ്തുകൊണ്ട് വരികയാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും കിംവദന്തികളിൽ മാത്രം ഒതുങ്ങാനേ സാധ്യതയുള്ളൂ. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് മുഖ്യമന്ത്രിമാർ എന്നൊരു പരിപാടി നടക്കാൻ സാധ്യതയില്ല. കാരണം പ്രതിച്ഛായ വളരെ മോശമായിരിക്കുന്നു CPM-ന്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ വിമർശനങ്ങൾ സഖ്യകക്ഷികളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പരിസ്ഥിതിയിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ തീർച്ചയായിട്ടും സാധ്യതയില്ല. പിന്നെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള P. രാജീവ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു യുവ തലമുറയിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. പിന്നെ മറ്റാരും പുറത്തു നിന്നെടുക്കുകയാണെങ്കിൽ ധാരാളം സാധ്യതകളുണ്ട്. തലമുതിർന്ന പല നേതാക്കന്മാരും കൊണ്ട് അവരെ കൊണ്ടുവരാൻ പറ്റും. വേണമെങ്കിൽ ഇപ്പോ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കേരളത്തിലെ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഏറ്റവും ജനാംഗീകാരമുള്ള ശൈലജ ടീച്ചറെ തന്നെ കൊണ്ടുവന്ന ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവന്നു. ചരിത്രത്തിൽ ആദ്യമായി കൊണ്ടുവന്നു എന്ന് വരെ സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. ശൈലജ ടീച്ചർ അവിടെ വടകരയിൽ നിന്ന് തോറ്റതിന്റെ വികസനവും ക്ഷീണവും ഒക്കെ മാറുകയും ചെയ്യും. രാധാകൃഷ്ണൻ മത്സരിച്ചിരുന്ന ആ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ നിർത്തിയാൽ അവർക്ക് അനായാസമായിട്ട് ജയിച്ചു കയറാവുന്നതേ ഉള്ളൂ. സാധ്യതകൾ പലതുകൊണ്ട് നേതാക്കന്മാർക്ക് ഒരു ക്ഷാമവുമില്ല. തോമസ് ഐസക്കിനെ തൽക്കാലം പരിഗണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്നുള്ളത് ഒരു ജനപ്രിയ ആയിട്ടുള്ള മന്ത്രിയായിരുന്നത് കൊണ്ട് ജനപ്രിയ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി അവർ പരിശോധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ CPM-ന് കുറച്ച് വോട്ടുകൾ കൂടുമെന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അങ്ങനെ ഈ ജനങ്ങളുടെ വികാരം നോക്കി മാനിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് EK നായനാർക്ക് പകരം KR ഗൗരിയായിരുന്നു മുഖ്യമന്ത്രിയാകേണ്ടത്. അങ്ങനെ വൈകാരികമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കാറില്ല. അന്നത്തെ ഒരു കാരണം പാർട്ടി സർക്കിളിൽ നമ്മൾ കേട്ടത് ഗൗരി അമ്മ ഈ ടീമിന് സഖ്യകക്ഷിയാണല്ലോ, ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ഭാവത്തിലുള്ള ആളല്ല. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന മമതാ ബാനർജിയെ പോലൊരു ആളാണ്. അതുകൊണ്ട് ഈ ഒരുമിച്ച് കൊണ്ടുപോകാൻ EK നായനാർ തന്നെയാണ് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കുഴപ്പങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെ. ഇതൊക്കെ ഊഹങ്ങൾ മാത്രമാണ്. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടിയിലെ വിശദമായ ചർച്ചകൾക്ക് അവർക്ക് സംവിധാനങ്ങളുണ്ട്. ആ ചർച്ചകളിലൂടെ തീരുമാനം ഉരുത്തിരിഞ്ഞു വരികയുള്ളൂ. എന്തായാലും MV ഗോവിന്ദൻ മാഷ്, പിണറായി വിജയനൊക്കെ തന്നെ ഇത് തിരിച്ചടി വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യും. തിരുത്തലുകൾ വേണ്ടി വന്നാൽ തിരുത്തും എന്നും കൂടി MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി ഭരണഘടനാ പ്രകാരം ഏറ്റവും ശക്തനായ ആള് സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാവുന്നതേ ഉള്ളൂ. പിണറായി വിജയൻ സ്ഥിരമായിട്ട് വിജയം നൽകിയിരുന്നത് കൊണ്ടും നല്ലൊരു ഫണ്ട് റൈസർ ആയിരുന്നത് കൊണ്ടുമാണ് അദ്ദേഹത്തെ പാർട്ടിയും പാർട്ടി സെക്രട്ടറി പോലും അനുസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ കാര്യത്തിന് ആ രീതിക്ക് ഒരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി തകർച്ചയിലാണ്. പാർട്ടിയുടെ തകർച്ച എന്ന് പറഞ്ഞാൽ വോട്ട് ഷെയറിലും മാർക്ക് ബേസിലും ഒക്കെ കുറവ് വന്നിരിക്കുന്നു, ഇടിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ വിശകലനം സൂചിപ്പിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിൽ മാത്രമല്ല, വലിയൊരു ഇടിവ്. പാർട്ടി ഗ്രാമങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തിയിരിക്കുന്നു. KPCC പ്രസിഡന്റ് അവിടെ പോലും ബൂത്തുകളിൽ ഭൂരിപക്ഷം നേടിയിരിക്കുകയാണ്. മിക്കവാറും BJP തന്നെ കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു. അവരുടെ വോട്ട് ഷെയറിൽ വോട്ട് പിടിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വോട്ട് ഷെയർ മാസ് ബേസ് പോയിട്ടില്ല എന്നൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റുകയില്ല ഈ പ്രാവശ്യം. അത്ര ഒരു കനത്ത ആഘാതവും തിരിച്ചടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലുള്ളൊരു മാറ്റം തന്നെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇനിയിപ്പോ ശൈലി മാറ്റുമെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അദ്ദേഹം കരുത്തനായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിട്ട് തന്നെ തുടരും. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്ത് മറ്റൊരാൾ വന്നാൽ അത് ഒരു അത്ഭുതമായിരിക്കില്ല. അത് ആരായിരിക്കും എന്നുള്ളത് പാർട്ടി തന്നെ ആയിരിക്കും തീരുമാനിക്കുക. ഞാൻ ഈ പറഞ്ഞത് പ്രോബബിൾസ് മാത്രമാണ്.
പ്രോബബിലിറ്റി ഉണ്ട്. ഇപ്പൊ പി രാജീവ് ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നെന്ന് വയ്ക്കുക, അപ്പോഴും മന്ത്രിസഭയിൽ ഒരു ഒഴിവുണ്ടാകും. അത് നികത്തേണ്ടതായിട്ടും വരും. അതിന് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണല്ലോ. ദേവസ്വം ബോർഡ് നമുക്കറിയാവുന്നത്. അതുപോലെ സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ കണ്ടത്. ആ രീതിയിൽ തന്നെ നികത്തപ്പെടുകയും ഭംഗിയായിട്ട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് കരുതേണ്ടത്. പാർട്ടി എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുന്ന പാർട്ടി ഇനി പാർട്ടി പറയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി കേൾക്കേണ്ടി വരുമോ? അല്ല, പാർട്ടിക്ക് നിലനിൽക്കണമല്ലോ. അത് മുഖ്യമന്ത്രിയുടെ കൂടി ഒരു ആവശ്യമാണല്ലോ. തന്നെയല്ല, നമ്മൾ അറിയേണ്ടത് മുഖ്യമന്ത്രിയെ ചൂഴ്ന്ന, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചൂഴ്ന്ന പല ആരോപണങ്ങളും ഉണ്ട് CMR-ലുമായി ബന്ധപ്പെട്ട. ഇപ്പൊ എക്സാലോജിക്കെതിരെ കേസില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്വേഷണത്തിന്റെ വലയത്തിലാണ്. കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് NDA ഗവൺമെന്റ് തന്നെയാണ്, അല്ല ഇന്ത്യ ഗവൺമെന്റ് അല്ല. ഇന്ത്യ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഈ കേസൊക്കെ എഴുതി തള്ളിയാണ്. പക്ഷെ എഴുതി തള്ളാൻ പോകുന്നില്ല. അത് ആഭ്യന്തര വകുപ്പ് BJPക്ക് തന്നെ ആയിരിക്കുമെന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അപ്പൊ ആ കേസുകൾ അവിടെ നിലനിൽക്കും, ശക്തമായിട്ട് പർസ്യൂ ചെയ്യപ്പെടുകയും അതിന്റെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി പുതിയ ആളാണോ അത് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് പോകുമോ? നന്ദി ശ്രീരാജൻ. തീർച്ചയായും.